പലപ്പോഴും നമുക്ക് പല രീതിയിൽ മോട്ടിവേഷൻ കിട്ടും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചോളം അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും സുഹൃത്തുക്കളായിരിക്കാം. ചിലർ പറയുന്നത് നമ്മളെ വല്ലാതെ കളിയാക്കുന്നത്, അത് ചിലർക്ക് മോട്ടിവേഷനാണ്. അവരെ വല്ലാതെ നാണം കെടുത്തുന്നത്, അത് എല്ലാവർക്കും മോട്ടിവേഷനാണ്. അതിനെ മറികടക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. കഠിനമായിട്ട് അധ്വാനിച്ച് ഇപ്പോൾ ഒരു കുട്ടിയെടുത്ത് പറയാണ്, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, നീ പഠിച്ചാൽ ജയിക്കത്തില്ല. അവൻ അത് വാശിയായിട്ട് എടുക്കുകയാണ്. എന്നാൽ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതൊരു മോട്ടിവേഷനാണ്. അവനിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിച്ചാൽ മാർക്ക് മേടിക്കുന്നു. ഇതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും ഡിപ്പെൻഡാണ്, ഓരോ വ്യക്തിയുടെ രീതിയിലാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആകാം. സാധാരണ രീതിയിൽ വീടുകളിൽ മാതാപിതാക്കൾ പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത ദേശമാണ് മാതാപിതാക്കൾ പറയുന്നത്, അല്ലേ? നാട്ടുകാർക്കും ആൾക്കാർക്കൊക്കെ ഇഷ്ടമില്ലാത്ത ദേശം, അതേത് ദേശമാണ്? ആ ദേശത്തിൻ്റെ പേരാണ് ഉപദേശം. അപ്പോൾ ഈ ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമില്ല. പിള്ളേർക്കെന്നല്ല, അപ്പം ഞാൻ ഈ പേരൻസിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, പിള്ളേർക്ക് ഇഷ്ടമല്ല, ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉപദേശിക്കുന്നത്? ഇല്ല, എനിക്കിഷ്ടമല്ല, രജനീഷ് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. സോ അവിടെയാണ് നമ്മൾ മോട്ടിവേഷൻ ആർക്ക് എങ്ങനെയെന്നുള്ളത്.